So influence line diagram for reaction at A. Condition unit load at 1 kilonewton from A ആണെങ്കിൽ എന്തായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ചെക്ക് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി x1 ആണെങ്കിൽ എങ്ങനെ x1ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് 1/5 is equal to ഡിസ്റ്റൻസ് x1/4 ആയിരിക്കും. therefore x1 is equal to എന്താ 4/5. എന്താ മീൻ ചെയ്യുന്നത് ഇവിടെ x1 is the reaction at A ആണ്. ഇപ്പോൾ when the load 1 kilonewton at a distance of 1 meter from A ആവുന്ന കണ്ടീഷനിൽ വരുന്ന റിയാക്ഷൻ ആണ് ഇത് 4/5 ഫൈൻഡ് ചെയ്തത്. ഓക്കെ, ഓൾറെഡി കിട്ടിയ വാല്യൂ 4/5 ആണ്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സെക്കൻഡ് കണ്ടീഷനിൽ എന്താ പറയുന്നത് 1 kilonewton at a distance of 2 meter from A ആണ്. സോ എന്ന് 2 meter ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. ആ 2 meter ഡിസ്റ്റൻസിൽ വരുന്ന ഓർഡിനേറ്റ് ലെറ്റ് ഇറ്റ് x2ന്റെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് 1/5 is equal to x2/3 ആയിരിക്കും. വിച്ച് is equal to എന്താ x2 is equal to 3/5. ഓക്കെ, സോ യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ 1 kilonewtonന്റെ പൊസിഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 meter ഫ്രം A ആവുന്ന സമയത്ത് കിട്ടിയ വാല്യൂ റിയാക്ഷൻ അറ്റ് A ദാറ്റ് is equal to 3/5 ആണ്. അത് തന്നെയാണ് ഇത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. 1 kilonewton അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 meter ആണെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ 3 meterന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ചെക്ക് ചെയ്യുക. ലെറ്റ് ഇറ്റ് x3 ആണെങ്കിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് x3യുടെ വാല്യൂ 1/5 is equal to എന്തായിരിക്കും x3/2 is equal to എന്തായിരിക്കും x3 is equal to 2/5. that is the x3 means reaction at A when unit load in 3 meter distance from A ആവുന്ന സമയത്ത് സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അഡ്വാൻറ്റേജ് ക്ലിയർ ആണല്ലോ. അതായത് ഈ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബീം അനലൈസ് ചെയ്യുന്നതിന് പകരം സിമ്പിളായിട്ട് ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, അവിടെ വരുന്ന ഏത് കോർഡിനേറ്റ് വേണമെങ്കിലും ദാറ്റ് മേ ബി റിയാക്ഷൻ ആയിരിക്കാം, ഷിയർ ഫോഴ്സ് ആയിരിക്കാം, ബെൻഡിങ് മൊമെന്റ് ആയിരിക്കാം, ഏത് വേണമെങ്കിലും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി. ഡിനോട്ട് ചെയ്യുന്നത് FC എന്നാണെങ്കിൽ. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇതായിരിക്കും കൺസിഡർ ദ സെയിം സിംപ്ലി സപ്പോർട്ടഡ് ബീം AB of span L. Okay, then consider a section C which is at a distance set from A. Okay, section C which is at a distance set from A ആണ്. ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷനിൽ സിയിൽ വരുന്ന സെക്ഷൻ സിയിൽ വരുന്ന ഷിയർ ഫോഴ്സ് ഫൈൻഡ് ചെയ്യണം. സോ യൂണിറ്റ് ലോഡിന്റെ മൂവ്മെന്റ് ഫ്രം A to B ആണ്. ഒരു യൂണിറ്റ് ലോഡിന്റെ മൂവ്മെന്റ് ഫ്രം A to B ആണ്. ഓക്കെ, സോ ദാറ്റ് പൊസിഷൻ മേ ബി ഈ ഒരു പൊസിഷനിലാവും. മേ ബി യൂണിറ്റ് ലോഡ് പൊസിഷൻ ക്യാൻ ബി ബിറ്റ്വീൻ A ആൻഡ് C or the unit load position can be between C and B ആയിരിക്കും. ബിക്കോസ് യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ ഫ്രം A to B ആണ് മൂവ് ചെയ്യുന്നത്. സോ അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്, ഇഫ് യൂണിറ്റ് ലോഡ് ഇസ് ബിറ്റ്വീൻ A and C ആണെങ്കിൽ ഇതാണ് യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ എങ്കിൽ ആൻഡ് ദി പൊസിഷൻ ബി X, ഇതാണ് കണ്ടീഷൻ എങ്കിൽ എന്തായിരിക്കും ഹിയർ X ഈസ് ലെസ് ദാൻ Z ആണ്. ഓക്കെ, X ഈസ് ലെസ് ദാൻ Z. ഈ X ഈസ് ലെസ് ദാൻ Z വരുന്ന കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും FC വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് C is equal to either റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ആവുന്ന സമയത്ത് 2 ഫോഴ്സസ്, ബട്ട് റൈറ്റ് സൈഡ് ആവുന്ന സമയത്ത് ഓൺലി 1 ഫോഴ്സ്, ദാറ്റ് ഇസ് RB വാല്യൂ മാത്രമാണ്. സോ RB വാല്യൂ വിച്ച് ഈസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഷിയർ ഫോഴ്സിന്റെ കൺവെൻഷൻ എന്തായിരുന്നു, സൈൻ കൺവെൻഷൻ എന്തായിരുന്നു, സെക്ഷന്റെ ഡൗൺവേർഡ്, അതുപോലെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സ്, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ് ഇത് പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഹിയർ സെക്ഷന്റെ റൈറ്റ് സൈഡ് ആണ്, ഇറ്റ്സ് എ ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. സോ
മൈനസ് ആണ്. വി നോ ആർ ബി വാല്യൂ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ എൽ. ഓക്കെ, ഇനി ഈ ഒരു എഫ് സിയുടെ വേരിയേഷൻ ഏതായിരിക്കും? ദിസ് എക്സ് ക്യാൻ ബി വേരി ഫ്രം എ ടു സി ആണ്. എ മുതൽ സി വരെ ദിസ് എക്സ് ക്യാൻ ബി വേരി. സോ അറ്റ് എ ആവുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 0. Therefore, shear force at C will be equal to 0 ആയിരിക്കും. ഓക്കെ, അറ്റ് റീച്ച് ചെയ്ത് സിയിലാണ് റീച്ച് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? എക്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു സെഡിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു യൂണിറ്റിലൂടെ മൂവ് ചെയ്ത് സിയിലാണ് റീച്ച് ചെയ്യുന്നതെങ്കിൽ വിൽ ബി ഈക്വൽ ടു സെഡ്. Therefore, എഫ് സി വാല്യൂ is equal to മൈനസ് സെഡ് ബൈ എൽ. ഓക്കെ, ദെൻ ഈ യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. ഏതാ? ഇനി ഈ പൊസിഷന് പകരം മൂവ് ചെയ്ത് അപ് ടു എ സെക്ഷൻ ബിറ്റ്വീൻ സി ആൻഡ് ബി ആണ് റീച്ച് ചെയ്യുന്നെങ്കിൽ ഏതായിരിക്കും? ലെറ്റ് ദിസ് ഈസ് ദി എക്സ്. 1 കിലോന്യൂട്ടന്റെ പൊസിഷൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ഈ ഒരു പോയിന്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ആ സമയത്ത്? എക്സ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ സെഡ് ആണ്. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. എക്സ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സെഡ് ആണ്. ദർഫോർ എഫ് സിയുടെ വാല്യൂ എന്തായിരിക്കും? സെക്ഷനിൽ വരുന്ന സിയുടെ വാല്യൂ എന്തായിരിക്കും? ചെക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ 2 ഫോഴ്സസ്, ദാറ്റ് ഈസ് റിയാക്ഷൻ ആൻഡ് ദി യൂണിറ്റ് ലോഡ്. ലെഫ്റ്റ് സൈഡ് ഓൺലി 1 റിയാക്ഷൻ. സോ എഫ് സി വാല്യൂ വിൽ ബി ഈക്വൽ ടു ആർ എ. ഡയറക്ഷൻ അപ്വേർഡ് ആണ്. ലെഫ്റ്റ് സൈഡിലെ അപ്വേർഡ് ഫോഴ്സ് പ്ലസ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ആർ എ. സോ എന്തായിരിക്കും? ആർ എയുടെ വാല്യൂ 1 മൈനസ് എക്സ് ബൈ എൽ ആണ്. ഓക്കെ, ഇനി വേരിയേഷൻ ചെക്ക് ചെയ്യാം. വേരിയേഷൻ എന്താ പറയുന്നത്? അപ് ടു സി ടു ബി ആണ്. സോ സി ടു ബി വരെയുള്ള വേരിയേഷൻ ചെക്ക് ചെയ്യാം. സി ആവുന്ന സമയത്ത് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു സി ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? സെഡ് ആയിരിക്കും. Therefore, എഫ് സി വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് സെഡ് ബൈ എൽ. അറ്റ് ബി ആവുന്ന സമയത്ത് എന്തായിരിക്കും? എക്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു എൽ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എൽ ആയിരിക്കും. Therefore, എഫ് സി വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് എൽ ബൈ എൽ. 1 മൈനസ് എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു എത്രയാ? 0. ഓക്കെ, സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി എങ്ങനെയായിരിക്കും? എ ബി സ്പാൻ, സി ഇസ് ദി സെക്ഷൻ. എങ്ങനെ ചെയ്ത്? ലെഫ്റ്റ് പോർഷനിൽ, സെക്ഷന്റെ ലെഫ്റ്റ് പോർഷനിൽ വരുന്ന വേരിയേഷൻ ഏതാ? അറ്റ് എ ഇറ്റ് ഈസ് 0. അറ്റ് സി ഇറ്റ് ഈസ് മൈനസ് സെഡ് ബൈ എൽ. മൈനസ് ഡിസ്റ്റൻസ് ഡൗൺവേർഡ് ഡിറക്ഷൻ. ഓക്കെ, ജോയിൻ ചെയ്യാം. ദിസ് വാല്യൂ വിൽ ബി സെഡ് ബൈ എൽ മൈനസ്. ഓക്കെ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സെഡ് മീൻസ് റൈറ്റ് സൈഡ് പോർഷൻ. റൈറ്റ് സൈഡ് പോർഷനിലെ വാല്യൂ അറ്റ് സി it is plus 1 minus z by L. 1 minus z by L plus value. At B it is 0. B it is 0. Okay, this is the influence line diagram for shear force at C in the case of a simply supported beam. Okay, next is the influence line diagram for bending moment at the സെക്ഷൻ സി. ഡിനോട്ട് ചെയ്യുന്നത് എം സി ആണെങ്കിൽ സെയിം സിംപ്ലി സപ്പോർട്ടഡ് ബീം. കൺസിഡർ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി span L. Let C be the section at a distance of Z from A ആണെങ്കിൽ ഇനി ഇതിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സൈഡ് ആൻഡ് ദി റൈറ്റ് സൈഡ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ യൂണിറ്റ് ലോഡ് in this section A and C. In between A and C ആണെങ്കിൽ and this distance be x ആണെങ്കിൽ
എന്തായിരിക്കും ഇതിൻ്റെ കണ്ടീഷൻ? ഹിയർ എക്സ് വാല്യൂ ഈസ് ലെസ് ദാൻ സെഡ് ആണ്. എക്സ് വാല്യൂ ഈസ് ലെസ് ദാൻ സെഡ് ആണ്. ദെർഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്തായിരിക്കും? മൊമെന്റ് അറ്റ് സി റൈറ്റ് സൈഡ് സെലക്ട് ചെയ്യാം ഓർ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ആവുന്ന സമയത്ത് 2 ഫോഴ്സസ്, റൈറ്റ് സൈഡ് ആകുമ്പോൾ ഓൺലി 1 ഫോഴ്സ് ആണ്. സോ എന്തായിരിക്കും? എം സി വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? റൈറ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആർ ബി ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എൽ മൈനസ് സെഡ്. ഓക്കെ, സൈൻ കൺവെൻഷൻ ഏതായിരുന്നു? സൈൻ കൺവെൻഷൻ സെക്ഷന്റെ റൈറ്റ് സൈഡിലെ ആന്റി ക്ലോക്ക് വൈസ്, സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലെ ക്ലോക്ക് വൈസും ആണ് പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഹിയർ ഏതായിരിക്കും മൊമെന്റ് വരുന്നത്? വിച്ച് ഇസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. സോ പ്ലസ് വാല്യൂ. വേരിയേഷൻ ചെക്ക് ചെയ്യാം. എ ടു സി ആണ് വേരിയേഷൻ. സോ പോയിന്റ് എ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 0. therefore എം സി വാല്യൂ വിൽ ബി ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ബിയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ ആണ്, മൈനസ് എൽ മൈനസ് സെഡ്. അതിൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായി? എം സി വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. സോ അറ്റ് എ മൊമെന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് സി ആണ് പോയിന്റ് എങ്കിൽ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു സി ആവുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് വാല്യൂ ആണ്. therefore എം സി വാല്യൂ എന്തായിരിക്കും? എക്സിന് പകരം സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സെഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് സെഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ദിസ് യൂണിറ്റ് ലോഡ് ഫ്രം എ സി ടു സി ബി പൊസിഷൻ. ഈ ഒരു എ സി സെഗ്മെന്റിൽ നിന്ന് സി ബി സെഗ്മെന്റിലേക്കാണ് യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ മൂവ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ആ സെയിം സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി സ്പാൻ എൽ section C at a distance Z from A, but the position changes. This is the new position of unit load which is at a distance X from A. Okay, എന്തായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ? ഈ കണ്ടീഷനിൽ എക്സ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സെഡ് ആണ്. എക്സ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സെഡ്, ദെൻ എം സി വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? സെക്ഷന്റെ റൈറ്റ് സൈഡിൽ 2 ഫോഴ്സസ്, ലെഫ്റ്റ് സൈഡിൽ ഓൺലി 1 ഫോഴ്സ്, ദാറ്റ് ഈസ് ആർ എ മാത്രമാണ്. സോ ആർ എ ഇൻറ്റു സെഡ്, ആർ എ ഇൻറ്റു സെഡ്. സോ ലെഫ്റ്റ് സൈഡിൽ വിച്ച് ഇസ് ഇൻ ഏത് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഇൻ നേച്ചർ ആണ്. സോ പ്ലസ് ആർ എ ഇൻറ്റു സെഡ്. ആർ എയുടെ വാല്യൂ വിനോ 1 മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു സെഡ്. വേരിയേഷൻ ചെക്ക് ചെയ്യാം. വേരിയേഷൻ ഫ്രം സി ടു ബി ആണ്. സോ അറ്റ് സി ആവുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും? അറ്റ് സി ആവുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് വാല്യൂ. സി ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഇഫ് യൂണിറ്റ് ലോഡ് അറ്റ് സി ആവുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആയിരിക്കും. therefore എം സി ഇസ് ഈക്വൽ ടു 1 മൈനസ് സെഡ് ബൈ എൽ ഇൻറ്റു സെഡ് ആയിരിക്കും. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? സെഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് സെഡ്. ഓക്കെ, ദെൻ അറ്റ് ബി ആവുന്ന സമയത്ത് അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി ആവുന്ന സമയത്ത് എക്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു എൽ ആയിരിക്കും. therefore എം സി വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് എൽ വാല്യൂ. സോ എൽ ബൈ എൽ into Z which is equal to 0. Okay, so variation find ചെയ്തിട്ടുണ്ട്. Using that we can draw the influence line diagram for bending moment. എന്തായിരുന്നു? at A value 0, at C the value plus Z by L into L minus Z. So plus value Z by L into L minus Z upward. Then again section right side consider ചെയ്യുമ്പോൾ at C Z value Z by L into L minus Z same value ആണ്. At B the value is okay. This is the influence line diagram for bending moment at C.
Next is the influence line diagram for cantilever beams. Consider a cantilever beam AB of length L. Let a unit load 1 kilonewton moves from B to A. Let an instant this 1 kilonewton be at a distance of x from B. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ വരുന്ന റിയാക്ഷൻ വാല്യൂ എന്തായിരിക്കും? ഈ കേസിൽ വരുന്ന റിയാക്ഷൻ വാല്യൂ RA വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു 1 kilonewton ആണ്. ഓക്കെ, then next is the influence line diagram for shear force at A. shear force at A ആണ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ shear force at A ഫൈൻഡ് ചെയ്യുന്നത്? ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഷിയർ ഫോഴ്സ് സെറ്റ് സിംപ്ലി സപ്പോർട്ടഡ് അല്ല, കാൻഡിലിവർ ബീമിൽ ഷിയർ ഫോഴ്സ് സെറ്റ് എ ഫൈൻഡ് ചെയ്യാനായിട്ട് വിനോ എഫ് എ is equal to എന്തായിരിക്കും? ഈ ഒരു കണ്ടീഷനിൽ എഫ് എ വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 kilonewton തന്നെ ആയിരിക്കും. എഗെയിൻ റൈറ്റ് സൈഡാണ് സൈൻ കൺവെൻഷൻ. ചെക്ക് ചെയ്യുക, സൈൻ കൺവെൻഷൻ എന്തായിരുന്നു? സെക്ഷൻ്റെ റൈറ്റ് സൈഡ് ഡൗൺവേർഡ് പ്ലസ്സും ലെഫ്റ്റ് സൈഡ് അപ്വേർഡും ആണ് പ്ലസ്. സോ സെക്ഷൻ അറ്റ് എ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് ഫോഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ പ്ലസ് 1 kilonewton. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദർ ഇസ് നോ വേരിയേഷൻ വിത്ത് എക്സ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിലും എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണെങ്കിലും, അതായത് അറ്റ് ബി അറ്റ് എ രണ്ട് പൊസിഷനിലാണെന്നുണ്ടെങ്കിലും എഫ് എയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 kilonewton. ഓക്കെ, ബിക്കോസ് 1 ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ ഡയഗ്രാം എന്തായിരിക്കും? ഡയഗ്രാം എ ബി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ shear force at A will be equal to this. Okay, next is the ILD for bending moment at A ആണെങ്കിൽ, അതായത് ഈ ഒരു പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് MA ആണെങ്കിൽ ഓക്കെ എന്തായിരിക്കും? MA വാല്യൂ വിൽ ബി ഈക്വൽ ടു moment about A value will be equal to എന്തായിരിക്കും? 1 into L minus X. Okay, 1 into L minus X. Sign convention. Right side le anti-clockwise plus ആണ്. So clockwise value will be minus ആണ്. So here due to this 1 kilonewton clockwise moment ആയിരിക്കും. So that will be equal to minus 1 into L minus X. സോ വേരിയേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഫ്രം ബി ടു എ ആണ്. ബി ആവുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0. ദെർഫോർ മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് 1 ഇൻറ്റു എൽ മൈനസ് 0 ഇസ് ഈക്വൽ ടു മൈനസ് എൽ. ഓക്കെ, അറ്റ് എ ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എ ആവുന്ന സമയത്ത് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു എൽ. ദെർഫോർ എം A value will be equal to minus 1 into L minus L, that is equal to 0. Okay, so diagram can be drawn as AB. At B it is minus L, so minus in the sense downward direction, value L. At A it is 0. So this is the influence line diagram for bending moment at A. Next is the influence line diagram for shear force at C. Okay, same cantilever beam AB, span L. Okay, consider a section C at a distance of Z from B. Okay, and the position of unit load can be between C and B ആയിരിക്കാം or between A and C ആയിരിക്കാം. So first position, if the load between C and B, ഈ CB യിലാണ് യൂണിറ്റ് ലോഡ് എങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ഹിയർ
എക്സ് വാല്യൂ ഈസ് ലെസ് ദാൻ സെഡ് ആണെങ്കിൽ, എക്സ് വാല്യൂ ഈസ് ലെസ് ദാൻ സെഡ്, therefore shear force at C will be equal to എന്തായിരിക്കും ഈ ഒരു കേസിൽ shear force at C will be equal to എന്തായിരിക്കും റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് 1 kN. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് ഡൗൺവേർഡ് വാല്യൂ പ്ലസ് ആണ്. സോ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, സോ സി ടു ബി വരെ എഫ് സി വാല്യൂ വിൽ ബി സെയിം. അതായത് അപ് ടു ബി ആണെങ്കിലും സി ആണെങ്കിലും എന്തായിരിക്കും എഫ് സി വാല്യൂ വിൽ ബി 1 kN ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് സെഗ്മെന്റ് എ സി, അതായത് പൊസിഷൻ ഓഫ് ദിസ് യൂണിറ്റ് ലോഡ് ബിറ്റ്വീൻ എ ആൻഡ് സി ആണെങ്കിൽ ഇതായിരിക്കും ഇതേപോലെ തന്നെ ആ കാന്റിലിവർ ബീം സെക്ഷൻ സി എ ബി സെഡ് വാല്യൂ യൂണിറ്റ് ലോഡിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ എ ആൻഡ് സി ആണെങ്കിൽ ഏതായിരിക്കും ഈ സെക്കൻഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ എ സി ആണെങ്കിൽ എക്സ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സെഡ് ആണ്. എക്സ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സെഡ്, therefore എഫ് സി വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ഈ ഒരു കേസിൽ വരുന്ന എഫ് സി വാല്യൂ ഏതർ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 1 kN ഉണ്ടെങ്കിൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യണം, റൈറ്റ് സൈഡിൽ സിക്കൽ ടു 0 ആണ്. ഓക്കെ, സോ വേരിയേഷൻ എങ്ങനെ ഡയഗ്രം ഡ്രോ ചെയ്യാൻ പറ്റുന്നത്? എ ബി സി ചെക്ക് ചെയ്യാം. ബിറ്റ്വീൻ സി ബി ആവുന്ന സമയത്ത് അറ്റ് ബി ഇറ്റ്സ് ഇക്വൽ ടു 1 പ്ലസ് വാല്യൂ ആണ്, സോ അപ്വേർഡ്. അറ്റ് സി